നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ആളൂരിൽ പോലീസ് ജീപ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. മരണം ആലുവയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ആര്യമ്പാടത്ത് ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഷാൾ ടയറിൽ കുരുങ്ങി അങ്കണവാടി വർക്കർ മരിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജൂലൈ 2-ാം വാരത്തോടെ റോഡ് ഗതാഗതത്തിനായി പൂർണ്ണമായി തുറന്നുകൊടുക്കും. ബരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഷിഗല്ലയ്ക്കെതിരെ ബോധവൽക്കരണവുമായി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രവും വേലുപാടം സെന്റ് ജോസഫ് HSSും സെമിനാർ നടത്തി. പുതുക്കാട് കുട്ടികൾക്ക് മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി 20കാരൻ പിടിയിലായത് ഒല്ലൂർ സ്വദേശി. വിശദമായ വാർത്തകളിലേക്ക്. ആളൂരിൽ പോലീസ് ജീപ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച് പരിക്കേറ്റ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. ആളൂർ ആനത്തടം പീണിക്കപ്പറമ്പിൽ രാജുവിന്റെ മകൻ ജൂവിനാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തയ്യൽ വീട്ടിൽ അനന്തകൃഷ്ണൻ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് ഡാൻസ് ഓഫ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇടിച്ചത്. ജൂൺ 15-നായിരുന്നു സംഭവം. പോട്ട 3 പീടിക സംസ്ഥാന പാതയിൽ ആളൂർ കദളിച്ചിറക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം. പോട്ട ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഇരുവാഹനങ്ങളും. കദളിച്ചിറയിൽ വെച്ച് വലതുവശത്തേക്ക് തിരിഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിൽ പുറകിൽ നിന്ന് വന്ന ജീപ്പ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ജൂവിൻ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ചത്. ബീനയാണ് അമ്മ. സഹോദരി ജൂനിയ. ആര്യമ്പാടം പുതുരുത്തിയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഷാൾ ടയറിൽ കുരുങ്ങി അങ്കണവാടി വർക്കർ മരിച്ചു. ആര്യമ്പാടം പുതുരുത്തിയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഷാൾ ടയറിൽ കുരുങ്ങി അങ്കണവാടി വർക്കർ മരിച്ചു. പുതുരുത്തി സ്വദേശി ആലപ്പാടൻ വീട്ടിൽ മിനി വർഗീസാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:45 അങ്കണവാടിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പുതുരുത്തി സ്കൂളിന് സമീപം വെച്ച് ഷോൾ സ്കൂട്ടറിന്റെ പിൻചക്രത്തിൽ കുരുങ്ങുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ മിനി വർഗീസിന്റെ തല റോഡിലിടിച്ചു. ഉടനെ മിനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പാഴായിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ചെറുവാൾ സ്വദേശിനി ദേവി, പാഴായി സ്വദേശി സുഭാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പാഴായി ഭാഗത്തു നിന്നും ചെറുവാളിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിൽ എതിർഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ജൂലൈ 2-ാം വാരത്തോടെ റോഡ് ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നു കൊടുക്കുമെന്ന് കരാർ കമ്പനി. ആമ്പല്ലൂർ ദേശീയപാതയിൽ അടിപ്പാതയ്ക്ക് മുകളിലുള്ള മേൽപ്പാലത്തിൽ ചാലക്കുടി ഭാഗത്ത് അപ്രോച്ച് റോഡിൽ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട്. തൃശൂരിൽ നിന്നുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൽ ടാറിംഗ് പ്രവർത്തികളും റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റ് ഭിത്തികളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഇരുവശങ്ങളിലുമായി 1 കിലോമീറ്ററോളം വരുന്ന അപ്രോച്ച് റോഡിന്റെ ടാറിംഗും സെന്റർ പാർട്ടീഷൻ, സിഗ്നൽ ബോർഡുകൾ, റിഫ്ലക്ടർ പതിക്കൽ, ലൈൻ വർക്കുകൾ, വശങ്ങളിൽ പെയിന്റിംഗ് എന്നിവ പൂർത്തിയാക്കി 15-20 ദിവസത്തിനകം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ പറയുന്നത്. 11 മാസമായിരുന്നു അടിപ്പാത നിർമ്മാണത്തിന്റെ കാലാവധി. ദേശീയപാത അതോറിറ്റിയുടെ മെല്ലെപ്പോക്കും നിർമ്മാണത്തിലെ പ്രതിസന്ധികളും മൂലം ഇപ്പോൾ 20 മാസം പിന്നിട്ടു. കഴിഞ്ഞ ദിവസം അടിപ്പാതയ്ക്ക് മുകളിലെ മേൽപ്പാലത്തിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. തൃശൂർ ഭാഗത്തെ അപ്രോച്ച് റോഡിൽ മുഴുവൻ വീതിയിലും ടാറിംഗ് പൂർത്തിയായിട്ടില്ലെങ്കിലും സർവീസ് റോഡിൽ തിരക്കേറിയ സമയത്താണ് വാഹനങ്ങൾ പോലീസിന്റെ നിയന്ത്രണത്തിൽ കടത്തിവിട്ടത്. ഗതാഗത കുരുക്കേറുന്ന സമയങ്ങളിൽ ആംബുലൻസുകളെയും ഇത്തരത്തിൽ കടത്തിവിടാൻ കഴിയുന്നുണ്ട്. 2024 സെപ്റ്റംബർ മുതൽ ഒരുക്കമില്ലാതെ ആരംഭിച്ച അടിപ്പാത നിർമ്മാണവും ഗതാഗത കുരുക്കും നിരന്തരം വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. സർവീസ് റോഡിലെ സ്ലാബുകളുടെ ഉയരവ്യത്യാസം മൂലമുള്ള അപകടങ്ങൾ ഇപ്പോഴും യാത്രക്കാർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. കാലവർഷം കനക്കുന്നതിന് മുൻപ് മേൽപ്പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ.
ദേശീയപാത അമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്നത്. ഏതാണ്ട് 20 മാസത്തോളമായി അമ്പല്ലൂരിൽ വലിയ ഗതാഗത കുരുക്കിനും യാത്രാ പ്രശ്നങ്ങൾക്കും കാരണമായ അടിപ്പാതയുടെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള പാതയിൽ ഇപ്പോൾ ടാറിങ്ങിൻ്റെ അവസാന ഘട്ട നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി ഭാഗത്തു നിന്നും പാതയിൽ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഇനി വൈദ്യുതി വിളക്കുകൾ ഘടിപ്പിക്കലും ഒപ്പം പെയിന്റിങ്ങുമാണ് ബാക്കിയുള്ളത്. അതേസമയം തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള പാതയിൽ ഇനി ഒരു വശത്തു കൂടി ടാറിംഗ് പൂർത്തീകരിക്കാനുണ്ട്, ഒപ്പം സൈഡ് ഭിത്തികളടക്കം പൂർത്തീകരിക്കാനുണ്ട്. ഏതായാലും ജൂലൈ 2-ാം വാരത്തോടെ ഈ പാത പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കി വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളെ അല്ലെങ്കിൽ സർവീസ് റോഡിൽ ഗതാഗത കുരുക്ക് ഏറുന്ന സമയത്ത് പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാതയിലൂടെ മേൽപ്പാതയ്ക്ക് മുകളിലൂടെ വാഹനങ്ങളെ കടത്തിവിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ജൂലൈ 2-ാം വാരത്തോടെ അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കള്ളിച്ചിത്ര ഉന്നതിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഊരുമൂപ്പനെ ജനപ്രതിനിധികൾ സന്ദർശിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KS ജിഷാദ്, സുഹ്റ മജീദ്, പഞ്ചായത്ത് അംഗം സതി രവി എന്നിവരടങ്ങുന്ന സംഘമാണ് ആശുപത്രിയിലെത്തി മൂപ്പന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഊരുമൂപ്പൻ ഗോപാലന് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഊരുമൂപ്പന് വേണ്ട അടിയന്തര ചികിത്സാ സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ 5-ന് മഹാഗണപതി ഹോമം, പ്രഭാത പൂജകൾ, വിവിധ വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. തുടർന്ന് പഞ്ചാരിമേളത്തോടുകൂടി പുറത്തേക്കെഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വിജയൻ കരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് KV സുരേഷ്, സെക്രട്ടറി CK ആനന്ദകുമാരൻ, ഖജാൻജി MG ആനന്ദൻ, വൈസ് പ്രസിഡന്റുമാരായ NR അജിതൻ, PS ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ CS ബിജു, ER റനീഷ് എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് കുട്ടികൾക്ക് മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി 20-കാരൻ പിടിയിൽ. ഒല്ലൂർ ചിറയത്ത് വീട്ടിൽ ബ്ലിക്സൺ ആണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് കല്ലൂർ ആലേങ്ങാട് പ്രദേശത്ത് പുതുക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുക്കാട് സബ് ഇൻസ്പെക്ടർമാരായ KS സുബിന്ദ്, ഋഷിപ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ഷിനോജ്, മനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, നവീൻ കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ലോകകപ്പ് മത്സര സമയത്ത് ലോഡ് ഷെഡിംഗും പവർ കട്ടും ഏർപ്പെടുത്തുന്ന UDF സർക്കാരിന്റെ വികലമായ വൈദ്യുതി നയമെന്നാരോപിച്ച് DYFI പറപ്പൂക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറപ്പൂക്കര KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം അഭിജിത്ത് സത്യൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MS സനൽ അധ്യക്ഷനായി. സെക്രട്ടറി ജെറിൻ ചെമ്മായത്ത്, ട്രഷറർ അനുകൃഷ്ണൻ, ബ്ലോക്ക് ട്രഷറർ ED ദിലീഷ് എന്നിവർ നേതൃത്വം നൽകി. അതീതമായി മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ എന്ന കായിക വിനോദം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് കാവനാട് ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ കണ്ണ് പരിശോധന ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MK അബ്ദുൽ ഫത്താഹ്, ജിയ ജോയ്, അൻസിന സജി, പ്രതീഷ പ്രസാദ്, PV നിഖിൽ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മറ്റത്തൂർ ലേബർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, CPM കാവനാട് ബ്രാഞ്ച് സെക്രട്ടറി KS അപ്പുകുട്ടൻ, KA അജീഷ്, സുകേഷ് പ്രഭാകരൻ, മല്ലിക സുനിൽകുമാർ, PK വാസു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പകർച്ചവ്യാധികൾ പടരുന്ന കാലത്ത് ജലപീരങ്കിയിൽ പോലീസ് മലിനജലം നിറച്ച് സമരക്കാർക്കെതിരെ പ്രയോഗിക്കുന്നു എന്ന പരാതിയുമായി AISF-ഉം AIYF-ഉം. PM ശ്രീ വിഷയത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം AISF, AIYF നിയമസഭാ മാർച്ചിൽ
പോലീസ് മലിനജലം ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച് AIYF, AISF പ്രവർത്തകർ തൃശൂർ DEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. സമരക്കാരെ നേരിടാൻ പ്രയോഗിച്ച ജലപീരങ്കിയിൽ മലിനജലമാണ് പോലീസ് നിറച്ചതെന്നും സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകർക്ക് ദേഹത്ത് ചൊറിച്ചിലും ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. തിരുവനന്തപുരം നിയമസഭാ മാർച്ചിന് സമാനമായ രീതിയിൽ തൃശൂരിലും പ്രവർത്തകർക്കെതിരെ മലിനജലം പ്രയോഗിച്ചിരുന്നു. പകർച്ചവ്യാധികൾ പടരുന്ന ഈ കാലത്ത് പോലീസ് നടത്തിയ ഗുരുതരമായ ഈ ബോധപൂർവമുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിന്റെ മലിനജല പ്രയോഗത്തിൽ തൃശൂർ കളക്ടർക്ക് AIYF, AISF പ്രവർത്തകർ പരാതി നൽകി. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വേലുപാടം സെന്റ് ജോസഫ് HSSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഷിഗല്ല അവബോധ സെമിനാർ നടത്തി. രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, വ്യക്തിശുചിത്വത്തിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഖില, നഴ്സ് ഇൻചാർജ് ജോസ്മി എന്നിവർ വിശദീകരിച്ചു. ശുദ്ധമായ കുടിവെള്ളം ഉപയോഗിക്കുക, കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ഭക്ഷണ ശുചിത്വം പാലിക്കുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ CC ബെസ്സി, NSS ഓഫീസർ, പ്രോഗ്രാം ഓഫീസർ UG റോസ്ലി എന്നിവർ പ്രസംഗിച്ചു. നന്മണിക്കര MKMC UP സ്കൂളിൽ എക്സൻ ചാലക്കുടിയുമായി ചേർന്ന് ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മത്സരത്തിന്റെ ഉദ്ഘാടനം പ്രധാന അധ്യാപിക സിന്ധു മേനോൻ നിർവഹിച്ചു. ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനലിൽ അർജന്റീന വിജയിച്ചു. ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസ് വിജയകിരീടം ചൂടി. ജോസ് പാറയ്ക്കൽ, സച്ചിൻ മണലി, PS ശ്യാം ആക്സൻഡ, സിബിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. സമാപന ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനവും സ്കൂൾ ലോക്കൽ മാനേജർ മദർ മേരി പാലമറ്റം നിർവഹിച്ചു. ലഹരിക്കെതിരെ സർക്കാർ നടപ്പാക്കുന്ന തൂഫാൻ ഓപ്പറേഷനോടും ഫുട്ബോൾ ലോകകപ്പിനോടും അനുബന്ധിച്ചാണ് ഫുട്ബോൾ മത്സരം ഒരുക്കിയത്. നെന്മണിക്കര MKMC UP സ്കൂളിൽ ലോകകപ്പിൻ്റെ ലഹരിയും അതുപോലെ ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ കളിയും ജീവിതവുമാണ് ലഹരി എന്ന സന്ദേശം പകർത്തിക്കൊണ്ട് ഒരു ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടും പിന്നെ ഞങ്ങളുടെ സ്കൂളില് ആക്സന്റ് കണ്ടക്ട് ചെയ്ത ഫുട്ബോൾ മാച്ച് വളരെ അടിപൊളിയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് മേരിമാത ICSE സ്കൂളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ജാൻസ് കൊള്ളനൂരിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും വിവിധ യോഗാസനങ്ങളുടെ പ്രദർശനവും നടന്നു. സ്കൂൾ മാനേജർ സിസ്റ്റർ TG സന്നിഹിതയായിരുന്നു. ആരോഗ്യകരമായ ജീവിതശൈലിയിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സിസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. പറപ്പൂക്കര PVHSSൽ യോഗാ ദിനാചരണം ആചരിച്ചു. മാനേജർ TS മുരളി അധ്യക്ഷനായി. ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ഫാക്കൽറ്റി C രവീന്ദ്രനാഥ്, അധ്യാപകൻ ബാലു എന്നിവർ യോഗയെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും കുട്ടികൾക്കായുള്ള യോഗ പരിശീലനം നൽകുകയും ചെയ്തു. പ്രിൻസിപ്പൽ ലേഖ N മേനോൻ, പ്രധാന അധ്യാപിക ഡമ്മി ജോൺ എന്നിവരും സന്നിഹിതരായി. തലൂർ ജീസസ് അക്കാദമിയിലെ സ്കൂൾ ലീഡേഴ്സ് തെരഞ്ഞെടുപ്പ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പൂർത്തിയാക്കി ശ്രദ്ധേയമായി. കമ്പ്യൂട്ടറുകളും ഗൂഗിൾ ഫോമും ഉപയോഗിച്ച് നടത്തിയ ഡിജിറ്റൽ വോട്ടെടുപ്പ് കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അനുഭവവും സാങ്കേതിക പരിജ്ഞാനത്തിന്റെ പുതിയ അനുഭവവും പകർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ C നിഷ ഡൊമിനിക് ആദ്യ വോട്ട് രേഖപ്പെടുത്തി തിരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് ബോയായി ഡാനിയൽ ആന്റണി, സ്കൂൾ ഹെഡ് ഗേൾ സ്ഥാനത്തേക്ക് അനുശ്രീ, ആൺകുട്ടികളുടെ സ്പോർട്സ് ക്യാപ്റ്റനായി ആഞ്ചലോ ബിജോയ്, പെൺകുട്ടികളുടെ ക്യാപ്റ്റനായി ആൻലിറ്റ്, ഡിസിപ്ലിൻ ലീഡറായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ദേവഗീത, പെൺകുട്ടികളിൽ സാനിയ റോസ്, അസിസ്റ്റന്റ് ഹെഡ് ബോയ് ഗേൾ എന്നീ സ്ഥാനങ്ങൾ ആരോൺ എബി, റോസ്മേരി, ആൺകുട്ടികളുടെ അസിസ്റ്റന്റ് സ്പോർട്സ് ക്യാപ്റ്റനായി ഡാനിയൽ നെൽസൺ, പെൺകുട്ടികളിൽ അമേയ, ആൺകുട്ടികളുടെ അസിസ്റ്റന്റ് ഡിസിപ്ലിൻ ലീഡറായി ആദിനാഥ, പെൺകുട്ടികളിൽ ജാനകി എന്നിവരെ തിരഞ്ഞെടുത്തു. BKMU തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലിപ്പൂ കൃഷിക്ക് തുടക്കമായി. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ ജോയിന്റ് സെക്രട്ടറി PM നിക്സൺ, ലോക്കൽ സെക്രട്ടറി ഡെന്നിസ് പുളിക്കൻ, BKMU മണ്ഡലം പ്രസിഡന്റ് PC സാജു, KL ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗം രമണി ചന്ദ്രൻ, സൗധ സലീം, ജോഷി കല്ലൂക്കാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. 2026 സെപ്റ്റംബറിൽ ജപ്പാനിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി അളകപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക് ഫോറസ്റ്റ് എന്ന പേരിൽ ഫലവൃക്ഷത്തായി നട്ടു. മെക്കാനിക്കൽ വിഭാഗം മേധാവി CJ സിൻഡോ, NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, സ്നേഹ ആന്റണി, ലിൻഡോഷ് ജോൺ, രാഗിയ ജോസ്, ദീപ, AF ജോസ് എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ LP വിഭാഗത്തിൽ ഒഴിവുള്ള അറബി അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി 24-ന് രാവിലെ 11-ന് സ്കൂൾ ഓഫീസിലെത്തണം. ഫോൺ 9895460788. അളകപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട കരട് ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ഓഫീസിൽ അറിയിക്കേണ്ടതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണ്ണ ഗ്രാമിന് 13,255 രൂപയും പവന് 1,06,040 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തെക്കേത്തുറവ് കുന്നന്മക്കര കേശവൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലളിതയാണ് ഭാര്യ. ജനീഷ്, ജയ എന്നിവർ മക്കളും. ശ്രുതി, കൃഷ്ണ, കൈലാസ് എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുകര കൊടക്കാട്ടിൽ ബാലകൃഷ്ണൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആളൂരിൽ പോലീസ് ജീപ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. മരണം ആലുവയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ആര്യമ്പാടത്ത് ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഷാൾ ടയറിൽ കുരുങ്ങി അങ്കണവാടി വർക്കർ മരിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജൂലൈ 2-ാം വാരത്തോടെ റോഡ് ഗതാഗതത്തിനായി പൂർണ്ണമായി തുറന്നുകൊടുക്കും. ബരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഷിഗല്ലയ്ക്കെതിരെ ബോധവൽക്കരണവുമായി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രവും വേലുപാടം സെന്റ് ജോസഫ് HSSഉം സെമിനാർ നടത്തി. പുതുക്കാട് കുട്ടികൾക്ക് മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി 20കാരൻ പിടിയിൽ. പിടിയിലായത് ഒല്ലൂർ സ്വദേശി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.